أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجز من عمل الشيطان فاجتنبوه لعلكم تفلحون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികൾ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാം ഒരു മുസ്ലിമിന് ഈ ദുനിയാവിൽ അവന് ഇസ്ലാമിൻ്റെ ബൗണ്ടറിക്ക് പുറത്തു പോകാത്ത, ഹറാമുകൾ കൂടിക്കലരാത്ത വിനോദങ്ങളും അതേപോലെ തന്നെ കായികമായിട്ടുള്ള കാര്യങ്ങളും രസങ്ങളും തമാശകളുമൊക്കെ അനുവദിച്ചു കൊടുക്കുന്നു എന്ന് നമുക്കറിയാം. ഒരു കാര്യം ഹറാമാകുന്നത്, അല്ലെങ്കിൽ ഒരു വിനോദമാകട്ടെ, ഏതൊരു പ്രവർത്തനങ്ങളോ ബിസിനസ്സോ ഒക്കെ അതിൽ ഹറാമ് കൂടിക്കലരുമ്പോൾ, അതിൽ നിഷിദ്ധങ്ങൾ വരുമ്പോൾ അത് ദീനിൽ തെറ്റായിട്ട് അല്ലാഹുവിൻ്റെ ശിക്ഷക്ക് കാരണമാകും. അതേപോലെ തന്നെ ഹലാലായിട്ടുള്ള സംഗതികൾ തന്നെ അതിനൊരു സമയവും ദൈർഘ്യം പരിഗണിക്കാതെ സമയം ധാരാളമായി അതിൽ ഇല്ലാതാക്കുകയും സമയം കൊന്നു തീർക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതൊരു മുസ്ലിമിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. അത് കളിയാകട്ടെ, മറ്റെന്ത് വിനോദങ്ങളാകട്ടെ, അങ്ങനെ ധാരാളമായി സമയം പാഴാക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിലും അത് ഹറാമാണ്. അതുപോലെ അവൻ്റെ ഇബാദത്തുകളിൽ നിന്നും അവനെ തെറ്റിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റിക്കുന്ന പ്രവർത്തനങ്ങൾ അത് ഹറാമാകും എന്നുള്ളതെല്ലാം ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന കായിദകളാണ്, നിയമങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടുവരുന്ന എന്തെങ്കിലും വിനോദങ്ങളോ കളികളോ ഒക്കെ അതിലൊന്നും ഒരു പ്രശ്നമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെയൊക്കെ നാടുകളിൽ കളിയുടെയും വിനോദത്തിൻ്റെയും പേരിൽ ഒരിക്കലും ഒരു മുസ്ലിമിന് ഭൂഷണമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുവരികയാണ്. പ്രത്യേകിച്ച് ഒരു ലോകകപ്പ് ഫുട്ബോളിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാട്ടിലൊക്കെ, പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറം ജില്ലയിൽ ധാരാളക്കണക്കിന്, നമ്മുടെ ജില്ലയിൽ മാത്രം ലക്ഷക്കണക്കിന് രൂപയുടെ കട്ടൗട്ടുകളും ഫ്ലക്സുകളും ബാനറുകളും ഒക്കെ വലിയ വലിയ മുദ്രാവാക്യങ്ങളും അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരങ്ങളും വാഗ്വാദങ്ങളുമായിക്കൊണ്ടൊക്കെ ബാനറുകളും ഫ്ലക്സുകളുമൊക്കെ ഈ പൊതു ഇടങ്ങളിലും റോഡുകളിലും ഒക്കെ കണ്ടു തുടങ്ങി. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ ഒരു ഫുട്ബോൾ ലഹരിയുടെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ ആവേശത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മുടെ ചെറുപ്പക്കാർ കാട്ടിക്കൂട്ടുന്ന ഈ ഒരു പ്രവർത്തനം ഒരു മുസ്ലിമിന് യോജിച്ചതാണോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു കളിയും വിനോദവുമാകട്ടെ, എന്താകട്ടെ, മനസ്സിന് ആനന്ദം കിട്ടുന്നതും ശരീരത്തിന് നല്ലതുമായിട്ടുള്ള എന്തും ഈ പറഞ്ഞ രീതിയിൽ മറ്റു ഹറാമുകളും മറ്റു കാര്യങ്ങളിലേക്ക് ഇബാദത്തുകളിൽ നിന്നും തടയുന്നതൊന്നുമില്ലെങ്കിൽ കുറച്ച് സമയം എല്ലാം അനുവദിക്കപ്പെട്ടതാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ദൂർത്താക്കുന്നു. അതിന് ആളുകളെ കൂട്ടാനും ഫ്ലക്സ് വെക്കാനും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നമ്മുടെ
റോഡുകളും അതേപോലെ തന്നെ തെരുവുകളുമൊക്കെ മലിനമാക്കാനും അതിലൂടെ ഉണ്ടാകുന്ന മറ്റു പ്രയാസങ്ങൾ സൃഷ്ടിക്കാനും എത്രത്തോളം നമുക്കറിയാം. ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പോലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അധികാരികൾ തെരഞ്ഞെടുപ്പിൻ്റെ പോസ്റ്ററുകൾ മാറ്റിവെക്കുന്നു. അത് പൊതു ഇടങ്ങളിൽ പറ്റുകയില്ല എന്ന് എടുത്തു മാറ്റുന്നു. പക്ഷേ ഇങ്ങനെയുള്ള വിനോദങ്ങളിൽ അതുപോലെ നമ്മൾ കാണുന്നില്ല. യാതൊരു നിയന്ത്രണവുമില്ല. ഓരോരുത്തരും അവരുടെ ഫോട്ടോയും അതേപോലെ തന്നെ ഇതൊക്കെ ജനങ്ങളെ കാണിക്കാനുള്ള എന്തിലേക്കോ കാട്ടിക്കൂട്ടലുകളായിക്കൊണ്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയാണ് നമ്മുടെയൊക്കെ ജില്ലകളിൽ മുസ്ലിം ചെറുപ്പക്കാർ കാട്ടിക്കൂട്ടുന്ന ഈ തുലച്ച് കളയുന്നത്. അധ്വാനിച്ച് തൻ്റെ സമ്പത്തിൽ നിന്നും 1000 രൂപ, ഒരു മാസത്തിൽ 1000 രൂപയോ ഒരു ചെറിയ കാശോ തൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കയ്യിൽ വെച്ചു കൊടുക്കാത്ത ആൾ പോലും, അഥവാ തൻ്റെ വീട്ടിലേക്ക് താൻ അധ്വാനിച്ചതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നുള്ളതിന് പോലും മനസ്സ് വെക്കാത്ത ആളുകൾ പോലും ആയിരക്കണക്കിന് രൂപ ദൂർത്താക്കുകയാണ്, കട്ടൗട്ടുകൾ വെക്കുകയാണ്. എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്ന സഹോദരന്മാര്. വല്ലാത്ത സങ്കടകരമായ കാര്യമാണ് നമ്മൾ ഇതൊരാവേശം എന്നല്ല ഇതിന് പറയുന്നത്. എന്തെല്ലാമോ കാട്ടിക്കൂട്ട്, ആരൊക്കെയോ വാശി തീർക്കുന്നു. പൊതു ഇടങ്ങളിൽ റോഡ് സൈഡുകളിൽ നിന്ന് റോഡിലേക്ക് ഈ ഫ്ലക്സുകൾ വന്ന് വാഹനങ്ങൾക്ക് ചെറിയ റോഡുകളിലൊക്കെ തടസ്സമാകുന്നത് വരെ ഉണ്ട്. പന്തയങ്ങൾ വെക്കുന്നു, ആളുകൾ തെറ്റിപ്പിരിയുന്നു. 10,000-കണക്കിന് രൂപക്ക് 1000-കണക്കിന് രൂപക്കൊക്കെ പന്തയം വെക്കണം. ആര്? മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ. അത് ചെറുപ്പക്കാർ മാത്രമല്ല, എല്ലാവരും. നമ്മുടെ ജില്ലക്ക് എന്തോ ഫുട്ബോൾ ഭയങ്കര വലിയ ലഹരിയാണെന്ന് പറഞ്ഞ് നമ്മളാരൊക്കെയോ തരിപ്പ് കയറ്റുമ്പോൾ, നമ്മളാരൊക്കെയെക്കുറിച്ച് പുകഴ്ത്തി പറയുമ്പോൾ മാധ്യമങ്ങളും മറ്റുള്ള ആളുകളൊക്കെ ഇപ്പം നമ്മൾ അതിലിങ്ങനെ ടോപ്പായി പൊന്തി, എന്നിട്ട് നമ്മളെ സമയവും നമ്മുടെ ആയുസ്സും നമ്മുടെ സമ്പത്തുമൊക്കെ നശിപ്പിക്കുന്ന ഒരു ചെറുപ്പമായി അല്ലെങ്കിൽ ചെറുപ്പക്കാരായി ജനതയായി നമ്മൾ മാറാൻ പാടില്ല. മുസ്ലിമിന് അതിന് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. നമുക്കറിയാം, ഇപ്പം തന്നെ പന്തയം വെച്ചു തുടങ്ങി പല ആളുകളും. എത്രയോ രൂപക്ക് പന്തയം വെക്കുന്നു. തൻ്റെ കാറ് കൊടുക്കാം, തൻ്റെ വീട് കൊടുക്കാം, ഇത്ര സമ്പത്ത് കൊടുക്കാം. ആര്? മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ. നമുക്ക് എന്താണ് ഒരു കാഴ്ചപ്പാട് ആ വിഷയത്തിലില്ല. പന്തയം വെക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഹറാമാണ്. വിശുദ്ധ ഖുർആനും ഹദീസും ഇങ്ങനെ ഒരു കളിയോ ഒരു വിനോദമോ എന്തെങ്കിലും ഒരു കാര്യമാകട്ടെ, രണ്ടു കൂട്ടരും കാശെടുത്ത് ഒരു ഭാഗത്തേക്ക് പൂർണ്ണമായി പോവുകയും മറ്റൊരു ഭാഗത്തേക്ക് തീരെ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിനാണ് പന്തയം എന്ന് പറയാം. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ വാശി വെച്ച് നമ്മൾ പന്തയം വെച്ച് ഒരു 10,000 രൂപ രണ്ട് ഭാഗത്തും വെച്ച് ഒരു മധ്യസ്ഥനിൽ നിന്ന് ആരാണ് ജയിക്കുന്ന പൂർണ്ണമായിട്ട് 20,000 രൂപ ഒരാൾക്ക് പോകുന്നു, ഒരാൾക്ക് പൂർണ്ണമായും നഷ്ടം വരുന്നു. പന്തയം ഇസ്ലാമിൽ പാടില്ലാത്ത കാര്യമാണ്, ഹറാമാണ്, തീർത്തും ഹറാമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു ഹദീസ് കാണാൻ സാധിക്കും. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മൻ ഹലഫ ബില്ലാത്തി വൽ ഉസ്സ ഫൽയഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വമൻ ഖാല ലിസാഹിബിഹി തആൽ ഉഖാമിർ ഫലിയതസദ്ദഖ് ബിശൈഇൻ. അഥവാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി, ആരെങ്കിലും ലാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം, അഥവാ ജാഹിലിയ അറബികൾ ആരാധിച്ചിരുന്ന രണ്ട് ദൈവങ്ങളാണ് ലാത്തയും ഉസ്സയും. ലാത്തയാണ് സത്യം, അതേപോലെ ഉസ്സയാണ് സത്യം എന്ന് ആരെങ്കിലും സത്യമിട്ട് പറഞ്ഞാൽ അവൻ ലാ ഇലാഹ ഇല്ല, അത് ശിർക്കിന്റെ വർത്തമാനമാണ്. സത്യം എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്, അള്ളാഹുവാണ് സത്യം എന്നാണ് പറയേണ്ടത്. ജാഹിലിയ അറബികൾ വൽ കഅബ, കഅബയാണ് സത്യം എന്ന് പറഞ്ഞിരുന്നു, എൻ്റെ പിതാവാണ് സത്യം എന്ന് പറഞ്ഞിരുന്നു, എൻ്റെ മാതാവാണ് സത്യം എന്ന് പറഞ്ഞിരുന്നു, ഇന്ന ദേവനാണ്, ഇന്ന ദേവിയാണ്, ഇന്ന വലിയാണ്, ഇന്ന ഷെയ്ഖാണ്, ഇന്ന ബീവിയാണ് സത്യം എന്നൊക്കെ പറയുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഇന്ന തങ്ങളാണ് സത്യം, ഞാനത് ചെയ്തിട്ടില്ല, ഞാനത് പറഞ്ഞിട്ടില്ല, ഞാനതിൽ ഇടപെട്ടിട്ടില്ല, ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഷിർക്കാണത്. അള്ളാഹുവാണ് സത്യം എന്നാണ് പറയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ വൽ കഅബ എന്ന് നിങ്ങൾ പറയരുത്. ജാഹിലിയ അറബികൾ കഅബക്ക് ബഹുമാനം കൊടുത്തിരുന്നു. കുഫാറുകളായിട്ടുള്ള ജാഹിലിയ അറബികൾ കഅബക്ക് ബഹുമാനം കൊടുത്തിരുന്നു, കഅബയെ അവർ ആദരിച്ചിരുന്നു, ഒക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവർ രണ്ടാളുകൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ, എന്തെങ്കിലും വക്കാണമുണ്ടാകുന്ന സമയത്ത് അതിൽ തീർപ്പുണ്ടാക്കാൻ പറ്റാതിരിക്കുമ്പോൾ, തെളിവില്ലാതിരിക്കുമ്പോൾ സത്യപ്പെടുന്നു വൽ കഅബ, കഅബ തന്നെയാണ് സത്യം, ഞാനത് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ മധ്യസ്ഥൻ പറയുന്നു, നീ സത്യപ്പെടണം കഅബ കൊണ്ട് സത്യം ചെയ്യാൻ. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ വൽ കഅബ എന്ന് സത്യമിടരുത്.
റബ്ബിൽ കഅബ എന്ന് പറഞ്ഞ് നിങ്ങൾ സത്യമിടുന്നു. കഅബയുടെ നാഥനാണ് സത്യം, അഥവാ അള്ളാഹു ആണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യമിടേണ്ടത്. മറ്റേത് ശിർക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇത് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി പറയാണ്, ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ പുതുക്കട്ടെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞതിന് ശേഷം നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒമൻ ഖാല ലി സാഹിബിഹി, ഒരുത്തൻ മറ്റൊരുത്തനോട് പറയുകയാണ്, തആൽ ഉകാമിർ, എന്നാ ശരി നമുക്ക് പന്തയം വെക്കാം ഒരു വിഷയത്തിൽ എന്നാൽ നമുക്ക് പന്തയം വെക്കാം, ഓല് ജയിക്കും ഇവര് ജയിക്കും, അതാണ് നടക്കുക ഇതാണ് നടക്കുക, രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എന്നാൽ നമുക്ക് പന്തയം വെക്കാം എന്നൊരാൾ പറഞ്ഞാൽ ഫൽയതസദ്ദഖ് ബിശൈഇൻ, അതിനവൻ പ്രായശ്ചിത്തം കൊടുക്കട്ടെ. ഹറാമാണത്, അതിനവൻ പ്രായശ്ചിത്തം കൊടുക്കട്ടെ. പ്രായശ്ചിത്തം കൊടുക്കാതിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവന് ശിക്ഷക്ക് അർഹനാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇവിടെ നോക്കൂ, ഒമൻ ഫഅല ദാലിക ഫഅലൈഹി അൻ യതസദ്ദഖ ബിശൈഇൻ തക്ഫീറൻ അമ്മാ ഫഅല. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ അതിന് പ്രായശ്ചിത്തമായിക്കൊണ്ട് നിർബന്ധമായിക്കൊണ്ടും അവൻ സദഖ കൊടുക്കൽ, ദാനധർമ്മം നൽകൽ അവന് നിർബന്ധമാണ്. എന്നിട്ട് പണ്ഡിതന്മാർ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് ഖുരിനൽ കിമാറു ബിദിക്രിൽ ഹലഫി ബില്ലാത്തി വൽ ഉസ്സ, ഈ ഹദീസിൽ ശിർക്ക് പറഞ്ഞയിടത്ത് ലാത്തിയെയും ഉസ്സയെയും വിളിച്ച് സത്യം ചെയ്യുന്നതിൻ്റെ അപകടം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പന്തയം വെക്കലിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഗൗരവത്തോടു കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലും പറഞ്ഞു, റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്താൻ. മുഅ്മിനീങ്ങളെ, എന്നെ നിങ്ങളെയും വിളിച്ചു പറയാണ്, എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, സമൂഹമേ, മുസ്ലിം സമൂഹമേ, നമ്മളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫുട്ബോളല്ലേ, ലഹരിയല്ലേ, ക്രിക്കറ്റല്ലേ, മാമാങ്കങ്ങളല്ലേ, എന്തുമാകാം, പന്തയം വെക്കാം, ചൂതാട്ടം നടത്താം, ആവേശം എന്ന് പറഞ്ഞ് എത്രയും സമ്പത്ത് ദൂർത്താക്കാം, വലിയ വലിയ കട്ടൗട്ടുകൾ വെക്കാം, അതിൻ്റെ പേരിൽ തെറ്റിപ്പിരിയാം, ചീത്ത പറയാം, പരദൂഷണം ഗീബത്തും പറയാം. ഒരു മുസ്ലിമിനെ പറ്റിയ ഏർപ്പാടാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മുഅ്മിനീങ്ങളായ എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ട്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം, തീർച്ചയായും ലഹരി, മദ്യം, അതേപോലെ തന്നെ വൽ മൈസിർ, ചൂതാട്ടം. എന്താ ഈ ചൂതാട്ടം എന്ന് പറഞ്ഞാൽ? എന്താണ് ചൂതാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മുടക്കമില്ലാതെ ഒരാളിൽ നിന്നും ഒരാളുടെ കാശ് മറ്റൊരാളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കാശ് എത്തണമെന്നുണ്ടെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കച്ചവടമായിരിക്കണം. എന്നിൽ നിന്നും ഒരു തുച്ഛമായ ലാഭം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ കച്ചവടമായിരിക്കണം, അല്ലെങ്കിൽ ഹദിയ ആയിരിക്കണം, അഥവാ സമ്മാനം കൊടുത്തതായിരിക്കണം, അല്ലെങ്കിൽ മാതാപിതാക്കൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ ആരോ മരണപ്പെട്ടു അനന്തരാവകാശ സ്വത്ത് കിട്ടിയതായിരിക്കണം, അല്ലെങ്കിൽ നിധി കിട്ടിയതായിരിക്കണം. ഇങ്ങനെ കൃത്യമായ ഒരു സമ്പത്ത് എന്നിൽ നിന്നും നിങ്ങളിലേക്ക്, നിങ്ങളിൽ നിന്നും എന്നിലേക്ക് എത്തുന്നതിന് കൃത്യമായ നിലപാട് പഠിപ്പിച്ചു. അല്ലാത്തത് പറ്റൂല, കൊള്ളലാഭം പറ്റൂല, പലിശ പറ്റൂല, കൈക്കൂലി പറ്റൂല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. അതിൽപ്പെട്ട ഒന്നാണ് മൈസിർ, ചൂതാട്ടം നടത്തുക. വൽ അൻസാബു, അതുപോലെ തന്നെ വിഗ്രഹങ്ങൾ, നാട്ടക്കുറ്റികൾ, അള്ളാഹുവിന് പുറമെ പ്രതീക്ഷ അർപ്പിക്കപ്പെടുന്ന ഖബറുകളാകട്ടെ, വിഗ്രഹങ്ങളാകട്ടെ, ഔലിയാക്കളാകട്ടെ, അങ്ങനെയുള്ള രൂപങ്ങൾ. അതേപോലെ വൽ അസ്ലാമു, ഭാഗ്യം നോക്കുന്ന അമ്പുകൾ, അമ്പുകൾ എടുത്തുകൊണ്ട് ഭാഗ്യം നോക്കുന്നതിന് പ്രവർത്തനമുണ്ടായിരുന്നു. ഖദറിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ഒരു കാര്യം തീരുമാനിച്ചാൽ അള്ളാഹുവിനെ തവക്കുലാക്കേണ്ടി ചെയ്യുക. ഖദറിൽ വിശ്വാസമില്ലാത്ത ഈമാൻ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഖദറിലുള്ള വിശ്വാസം. അതിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ചെയ്തിരുന്ന പ്രവർത്തനം, ജാഹിലിയ്യ അറബികൾ ചെയ്തിരുന്ന പ്രവർത്തനമാണ് മുസ്ലിങ്ങളിൽപ്പെട്ട നാമധാരികളായ ആളുകളും ചെയ്തു കൂട്ടുന്നു. ഭാഗ്യം നോക്കാനുള്ള അമ്പുകൾ, ഇതെല്ലാം റിജിസുൻ, ഇത് മ്ലേച്ഛകരമാണ്. മിൻ അമലി ശൈത്താൻ, ശൈത്താനിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള മ്ലേച്ഛകരമായ കാര്യമാണ്. വയസുദ്ദക്കും മിൻ അമലി ശൈത്താനി ഫജ്തനിബൂഹു, നിങ്ങളത് വെടിയണം. മുഅ്മിനീങ്ങളെ, നമുക്ക് പറ്റിയ ഏർപ്പാടല്ല ഈ ചൂതാട്ടം ചെയ്യുക, വെറ്റിവെക്കുക എന്നുള്ളത്. ഈമാനുള്ള 5 വക്ത് നിസ്കരിക്കുന്ന, അള്ളാനെ പേടിക്കുന്ന, പരലോകം രക്ഷപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയ ഏർപ്പാടല്ല. എന്തുമാകാം എന്നുള്ള നിലപാട് പറ്റൂല. അതുകൊണ്ട് നിങ്ങളത് വെടിയണം, നമുക്ക് പറ്റൂല. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കും. അങ്ങനെയുള്ളവരാണ് വിജയിക്കുന്നവർ.
എന്നിട്ട് അല്ലാഹ് പറയാണ്, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓതിത്തരികയാണ്, ശൈത്താൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ, നിങ്ങൾക്കിടയിൽ പരസ്പരം ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനാണ്, നിങ്ങളെ തെറ്റിപ്പിരിപ്പിക്കാനാണ്, നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കുവാനാണ്. അല്ലേ, ഞാനും മറ്റൊരാളും പറ്റിവെച്ചു, എനിക്കല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, എൻ്റെ 10,000 പോയി. എന്തിനൊക്കെയാ പറ്റിവെക്കണമെന്നറിയോ? എന്തിനൊക്കെയാ പറ്റിവെക്കണത്? ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള 5 ലക്ഷത്തിൻ്റെയും 10 ലക്ഷത്തിൻ്റെയും ഒക്കെ കാറ്, ഇന്നോവ കാർ അങ്ങോട്ട് കൊടുക്കുക. എന്തിന്? നല്ല പ്രതീക്ഷയായിരുന്നു ജയിക്കും, പക്ഷെ ആണ് തോറ്റു. തൻ്റെ സ്വപ്ന വാഹനം അങ്ങോട്ട് കൊടുത്തു കൊടുക്കുകയാണ്. പിന്നെ ഓനക്ക് ദേഷ്യമായി, ഇവനോട്, ആ കുടുംബത്തോട് ദേഷ്യമായി. തൻ്റെ ബൈക്ക്, 10,000 രൂപകൾ. മുസ്ലിമീങ്ങളായ ആളുകൾ, ഈ ഖുർആനിനെയും ഖൈർ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ കളിയുടെ പേര് പറഞ്ഞുകൊണ്ട്, വിനോദത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, ഇത് കേവലം വിനോദവും കളിയാണോ സഹോദരന്മാരെ? എന്നിട്ട് അവർക്കിടയിൽ വല്ലാത്ത വൈരികളാകുന്ന അവർ, അത് കൊലപാതകത്തിലേക്ക് തന്നെ, അതിലേക്ക് തന്നെ കാരണമാകുന്നു. ഈ ബെറ്റ് വെച്ചത് കൊടുക്കാതിരിക്കുന്നു, അപ്പൊ പിന്നെ അവിടെ പ്രശ്നമാകുന്നു. കാരണം ഇത്ര മൂല്യപ്പെട്ട വസ്തു കൊടുക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല. ഇത് രാഷ്ട്രീയത്തിന്റെ പേരിലും കളിയുടെയും വിനോദത്തിൻ്റെയും എത്ര കോടികളുടെ വാതുവെപ്പിന്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ചതിയുടെ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ശൈത്താൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയും അതേപോലെ തന്നെ പകയും വിദ്വേഷവും വളർത്താനാണ്. ഫിൽ ഹംരി വൽ മൈസിരി വയസുദ്ദക്കും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറ്റിയ ഏർപ്പാടല്ല. വിനോദവും കളിയും അത് അതിൻ്റെതായ ബൗണ്ടറിയിൽ നിൽക്കണം. അള്ളാഹുവിൻ്റെ കോപം വാങ്ങിക്കൂട്ടുന്ന പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. വയസുദ്ദക്കും അൻ ദിക്രില്ലാഹി, അള്ളാഹുവിൽ നിന്നും നിങ്ങൾ അകറ്റുന്നു. വ അനിസ്സലാ, നമസ്കാരത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കുന്നു. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാറായിട്ടില്ല മുഅ്മിനീങ്ങളെ, മനുഷ്യരെ നിങ്ങൾക്ക് ഒഴിവാക്കാറായിട്ടില്ലേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആളുകളാണ് നമ്മൾ. അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ 5 വക്ത് നിസ്കരിക്കുന്ന നമ്മൾ, ദീനിനെ സ്നേഹിക്കുന്ന നമ്മൾ, അപ്പോൾ അതൊക്കെ മാറ്റിവെക്കുക. ഒരു ഫുട്ബോൾ വന്നാൽ, ഒരു മാമാങ്കം വന്നാൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം വന്നാൽ, അപ്പോൾ അവിടെ ദീനില്ല. അപ്പോൾ നമ്മുടെ ചർച്ചകൾക്കും നമ്മുടെ തീരുമാനങ്ങൾക്കും നമ്മുടെ നാട്ടിനനുസരിച്ചാണ്ട് ഒഴിയുക. അപ്പോൾ അല്ലാഹ് റസൂലില്ല, ദീനില്ലാത്ത അവസ്ഥ നമുക്ക് പറ്റൂല. അങ്ങനെ ദീനിനെ മാറ്റിവെക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറതുകും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നമ്മളുമായി ഏറെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തെടുത്ത് പറയുകയാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ട ഹദീസ് ആയത്താണിത്. നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇൻകാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കന്മാരോ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ സഹോദരന്മാരോ നിങ്ങളുടെ ഇടതുണകളോ നിങ്ങളുടെ കുടുംബങ്ങളോ, അമ്പാലും നിങ്ങളുടെ സമ്പത്തോ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്തോ നിങ്ങൾ നഷ്ടപ്പെടുമെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മഈശത്ത്, നിങ്ങളുടെ കച്ചവടം നഷ്ടം പറ്റുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നത് കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധിക്കുന്ന കച്ചവടം, നമ്മുടെ മഈശത്തായ, നമ്മുടെ അന്നമായ, നമ്മുടെ ഉപജീവനം, അതും തിജാറത്തും തഖ്ശൗന കസാദവ വ മസാകിനു തർലൗനഹ, നിങ്ങളുടെ ഇഷ്ടഭവനങ്ങളും, ഇതെല്ലാം മനുഷ്യന് ആവശ്യമുള്ള സംഗതികളാണ്. മനുഷ്യനിവിടെ ജീവിക്കണമെങ്കിൽ വാപ്പ വേണം, ഉമ്മ വേണം, ഇണതുണകൾ വേണം, കൂട്ടുബന്ധങ്ങൾ വേണം, സുഹൃത്തുക്കൾ വേണം, നമ്മുടെ കച്ചവടം, നമ്മുടെ മഈശത്ത്. പക്ഷേ നോക്കൂ, നിങ്ങൾ ഈ പറഞ്ഞത് കളിയും വിനോദത്തിന് കാര്യമില്ല, മനുഷ്യന് ജീവിക്കാൻ അത്യന്താപേക്ഷിതമായിട്ട് കാര്യങ്ങൾ ഈ പറഞ്ഞത്. ഇതുതന്നെ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിനേക്കാളും അവൻ്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണോ? ഈ പറഞ്ഞത് എന്തെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയും റസൂലും പറഞ്ഞതിനെതിരായിക്കൊണ്ട് ഒരു നിലപാടെടുക്കാൻ ഈ പറഞ്ഞ സംഗതികൾ നമുക്ക് പ്രേരണയാകുന്നുണ്ടോ? അതിലേക്കാണോ നമ്മൾ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക്, ധർമ്മസമരത്തിലേക്ക് ഇറങ്ങാൻ, ജിഹാദിലേക്ക് ഇറങ്ങാൻ ഇത് തടസ്സമാണോ? ഭാര്യനെ ആലോചിച്ചിട്ട്, മക്കളെ ആലോചിച്ചിട്ട് പോകാൻ തോന്നുന്നില്ല യുദ്ധത്തിന്. കച്ചവടം ആലോചിച്ചിട്ട്. ഇതായിരുന്നു മദീനയിലുണ്ടായിരുന്ന മുനാഫിക്കുകളായ ആളുകൾക്ക്. ഖൈബർ യുദ്ധത്തിന്റെ സമയത്ത് ശക്തമായ ചൂടിന്റെ സമയമായിരുന്നു. ഈത്തപ്പഴങ്ങൾ നന്നായിട്ട് പഴുത്ത് പാകമായി വിളവെടുക്കുന്ന സമയമായിരുന്നു. ഈ സമയത്താണ് ഖൈബറിലേക്ക് പുറപ്പെടാൻ പറഞ്ഞത്.
അപ്പോൾ ഒരു തയ്യാറായില്ല. കാരണം എന്തേ? ഓർക്ക് കച്ചവടമായിരുന്നു, ഓലെ ബിസിനസ്സും അതേപോലെ തന്നെ ഓലെ കൃഷികളുമായിരുന്നു അവർക്ക് അതിനേക്കാൾ പ്രിയമുള്ളത്. അവർ കാരണങ്ങൾ പറഞ്ഞു. വല്ല ചൂടല്ലേ, അങ്ങനെ പോണോ? വിശുദ്ധ ഖുർആൻ ആയത്തായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിച്ചു, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ. റസൂലേ, നിങ്ങൾ പറയണം, നരകത്തീയാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള താപാഗ്നി, അതാണ്. ഇതല്ല. അതുകൊണ്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ പിന്നണി പോരാളികളായി ഇറങ്ങിക്കോളി എന്ന് അവരോട് പറയൂ റസൂലേ. അപ്പോൾ ഈ പറയപ്പെട്ടതെല്ലാം അള്ളാഹുവിനേക്കാളും അവൻ്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അള്ളാഹിൻ്റെ ശിക്ഷ വരുന്നത്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അക്രമികളായ തെമ്മാടികളായ ആളുകളെ അള്ളാഹു ഹിദായത്തിലാക്കൂല. തെമ്മാടിത്തമാണത്. ദുനിയാവിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഗതികളാണ് ഈ പറഞ്ഞത്. കളിയും വിനോദത്തിൻ്റെയും കാര്യമല്ല, അതുപോലും അള്ളാഹുവിനേക്കാളും അവൻ്റെ റസൂലിനേക്കാളും പ്രാമുഖ്യം കൊടുക്കപ്പെടുന്നതാവരുത്. അങ്ങനെയാണെങ്കിൽ ഈ കളിയും വിനോദവും അതേപോലെ തന്നെ മറ്റുള്ള ഈ രസങ്ങളും അങ്ങനെയൊക്കെയുള്ള സംഗതികൾ അള്ളാഹുവും അള്ളാഹിൻ്റെ റസൂലിൻ്റെയും നിയമങ്ങൾ നിർദ്ദേശങ്ങൾ മാറ്റിവെക്കുന്നതാണെങ്കിലോ അത് പറ്റൂല സഹോദരന്മാരെ. അവിടെ പൈസ ദൂർത്താക്കുക, അവിടെ ഫ്ലക്സ് വെക്കാൻ വേണ്ടി എത്രയും പൈസ കൊടുക്കുക, എന്നിട്ട് നമ്മുടെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നു, റോട്ടിൽ മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഒരു ടീം അവിടെ ഫ്ലക്സ് വെച്ചാൽ മറ്റ് കുറച്ച് ചെറുപ്പക്കാർ അതിനേക്കാൾ വലിയ ഫ്ലക്സ് വെക്കുന്നു, അതിൽ വലിയ വീരശൂര്യ പരാക്രമ വാചകങ്ങൾ വരുന്നു, അപ്പം അതിനേക്കാൾ വലുത് വരുന്നു, തെറികൾ വരുന്നു, വെറ്റിവെക്കുന്നു, സമ്പത്ത് ദൂർത്താക്കുന്നു, തെറ്റിപ്പിരിയുന്നു. ഇതൊക്കെ എന്തിൻ്റെ പേരിലാണ്? എന്തിൻ്റെ പേരിലാണ് സഹോദരന്മാരെ? അപ്പം ഇതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുസ്ലിം മുഅ്മിനിൻ്റെ സമ്പത്ത് ദൂർത്തടിക്കാനുള്ളതല്ല, പാഴാക്കാനുള്ളതല്ല. കൃത്യമായി തൻ്റെ സമ്പത്ത് എന്തിനെ ചെലവഴിച്ചു? അള്ള സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ചോദിക്കും. പ്രിയമുള്ളവരെ, നിങ്ങളോടും എന്നോടും ചോദിക്കും, വെറുതൊന്നല്ല. നിങ്ങൾക്കും എനിക്കും സമ്പത്ത് എന്നത് പടച്ചോനാണ്. നമ്മളെക്കാളും ബുദ്ധിയും കാലിബറും അതേപോലെ തന്നെ കാഴ്ചപ്പാടും നല്ല പഠനവും വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ തേരാപ്പാര അടക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാ നമുക്ക് കിട്ടിയത്? പടച്ചോൻ തന്നാണ്. ഒരു 5 പൈസ അല്ലെങ്കിൽ ഒരു 5 രൂപ, ഒരു 10 രൂപ എൻ്റെ പോക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ റബ്ബ് തന്നതാണ്, എൻ്റെ മിടിക്കൊണ്ട് കിട്ടിയതല്ല. അതിനൊരു കാരണം അല്ലാഹു നിശ്ചയിച്ചു തരും. ബുദ്ധി കൊണ്ടും സാമർഥ്യം കൊണ്ടും കഴിവ് കൊണ്ടും കിട്ടിയതാണെങ്കിൽ അതുള്ളവരെ കഷ്ടം പോലെ ഉള്ളവരാകുമായിരുന്നു. പക്ഷെ അവർക്ക് കിട്ടിയിട്ടില്ലല്ലോ. അവരൊരു 10,000, ഒരു 5,000, ഒരു 1,000 രൂപ കടം വാങ്ങുക നമ്മുടെ അടുത്ത് നിന്ന്. അവരെക്കാൾ വലിയ വിദ്യാഭ്യാസ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്കില്ല, അവരെക്കാൾ സാമർഥ്യമില്ല, ബുദ്ധിയുമില്ല. പക്ഷെ എന്ത് ഓല് സാമ്പത്തികമായി ബാക്കിലാണ്. എന്തെന്നറിയില്ല. അത് അള്ളാഹ് തീരുമാനിച്ചു. അള്ളാഹിൻ്റെ സമ്പത്താണ്. ഓ ആതൂഹും മിൻ മാലില്ലാഹി ലദീ ആതാക്കും. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അള്ളാഹിൻ്റെ ധനം എന്ന് അള്ളാഹു പഠിപ്പിച്ചത്, നമ്മളെ ധനം എന്നല്ല. ആരാ സഹോദരന്മാർ നമ്മൾ ധനം കൊടുത്തിരുന്നു? ആരാ നമ്മൾ ധനവുമായിട്ട് വന്നത്? മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്നും ധനവുമായിട്ടാണോ നമ്മൾ? അല്ലല്ലോ. സമ്പത്തുമായിട്ടാണോ വന്നത്? അല്ലല്ലോ. അധികാരവുമായിട്ടാണ് വന്നത്? അല്ലല്ലോ. അഡ്രസ്സുമായിട്ടാണോ വന്നത്? അതുമല്ല. ഒക്കെ പിന്നെ ഉണ്ടായതാ, ഒക്കെ പടച്ചോൻ തന്നതാ. അപ്പോൾ അത് ചെലവഴിക്കുമ്പോൾ പടച്ചോൻ ചോദിക്കും, എത്രയാണ്, എങ്ങനെയാണ്, എന്താണ്, എങ്ങനെയാണ് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഫ്ലക്സും കട്ടൗട്ടും വെക്കുന്ന വിഷയത്തിൽ മാത്രമല്ല, തൻ്റെ കുടുംബത്തിന് ആർക്കും എങ്ങനെയും ചെലവാക്കുന്നതിലാണെങ്കിലും ദൂർത്തുണ്ടോ? അത് മുഅ്മിന് പറ്റിയ ഏർപ്പാടല്ല പ്രിയമുള്ള മുഅ്മിനുകളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വആതിദൽ ഖുർബ ഹഖഹു, നിങ്ങൾ ഏറ്റവും അടുത്ത ബന്ധുക്കാരായ ആളുകൾക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കണം. വൽ മിസ്കീന, പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം. വബിനിസ് സബീൽ വലാ തുബദ്ദിർ തബ്ദീറാ, വഴിയാത്രക്കാരായ അശരണരായ ആളുകൾക്ക് കൊടുക്കണം. നിങ്ങൾ ധൂർത്ത് കാണിക്കുന്ന ആളുകളാകരുത്, നിങ്ങൾ സമ്പത്ത് ധൂർത്താക്കുന്ന ആളുകളാകരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, സമ്പത്ത് ദൂർത്താക്കുന്ന ആളുകൾ ഭക്ഷണത്തിൻ്റെ പേര് പറഞ്ഞ് അതേപോലെ തന്നെ ഡ്രസ്സിൻ്റെ പേര് പറഞ്ഞ് നല്ലൊരു വാഹനം എടുത്തിട്ടുണ്ട്, ഒരു 10 ലക്ഷത്തിൻ്റെ 5 ലക്ഷത്തിൻ്റെ 8 ലക്ഷത്തിൻ്റെ നല്ലൊരു വാഹനമുണ്ട്, അല്ലെങ്കിൽ അതിലപ്പുറം അതിനേക്കാൾ ഫെസിലിറ്റി വരുമ്പോൾ അതുകൊണ്ട് ഒഴിവാക്കി വേറെ എടുക്കുന്നു. ഇങ്ങനെ ദൂർത്താക്കുന്ന ആളുകൾ, വീട് കൊണ്ട് ദൂർത്ത് കാണിക്കുന്ന ആളുകൾ, തൻ്റെ ഡ്രസ് കോഡിൽ കൂടെ ദൂർത്ത് കാണിക്കുന്ന ആളുകൾ, തൻ്റെ കുടുംബത്തിന് എത്രയും ചെലവാക്കാം, എങ്ങനെയാകാം, മക്കൾ എന്ത് പറഞ്ഞ് എന്തെടുത്തു കൊടുക്കുക അല്ലേ? അവരാരാന്നറിയാമോ? ദൂർത്താണോ? ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, അവർ ശൈത്താൻ്റെ ഇഖ്വാനുകളാണ്, കൂട്ടാളികളാണ്. അവർ ശൈത്താൻ്റെ ആൾക്കാരാണ്, ശൈത്താനിൻ്റെ അജണ്ട അനുസരിച്ച് തുള്ളുന്ന ആളുകളാണ്. വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ, നിങ്ങൾ മനസ്സിലാക്കിക്കോ,
ശൈത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നന്ദികേട് കാണിച്ചവനാണ്. ആ നന്ദികേടാണ് ഇവിടെ കാണിക്കുന്നത് എന്നർത്ഥം. എന്നിട്ട് ഇത്ര വലിയ വലിയ 100 അടിയുള്ളൊക്കെ കട്ടൗട്ട് വെക്കുകയാണ്. ഇപ്പൊ 50 അടിയുള്ള വെച്ചാൽ മറ്റോ 100 അടിയുള്ള വെക്കുകയാണ്. 50 അടിയുള്ളൂ 75 അടിയുള്ളൂ അതിൽ മത്സരിക്കുകയാണ്. 10,000 ഉറുപ്പിൻ്റെ ഒക്കെ കട്ടൗട്ട് വെക്കുക. എന്തിനാണ്? തൻ്റെ ശരീരം മൊട്ടയടിച്ച് ഏതോ ഒരു നാടിൻ്റെ കളറടിക്കുകയാണ് തലമില്, മുഖത്ത്. സ്വന്തം മക്കളുടെ തലമുണ്ടനം ചെയ്ത് ഏതൊക്കെയോ നാടിൻ്റെ കൊടിൻ്റെ നിറടിക്കുകയാണ്. തൻ്റെ മതിലിൻ്റെ നിറം മാറ്റിയടിക്കുകയാണ്. 20,000-നും 30,000-ത്തിനൊക്കെ നല്ല മതിലുണ്ടാക്കി അതിൻ്റെ മതിലിൻ്റെ പെയിൻ്റ് അടിച്ചിട്ട് അതൊക്കെ മാറ്റിയിട്ട്, കാരണം ഞാൻ എൻ്റെ ടീം അതാണ്, ഇന്ന ടീമാണ്. വീടിൻ്റെ പെയിൻറ് മാറ്റുന്ന ആൾ, വണ്ടിൻ്റെ കളർ മാറ്റുന്ന ആൾക്കാർ, ഇങ്ങനെ എന്തെല്ലാം കോലം കെട്ടുകയാണ് മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ, സഹോദരന്മാർ. എന്തിൻ്റെ പേരിലത്? കാട്ടിക്കൂട്ടൽ, ആഭാസങ്ങളും കാട്ടിക്കൂട്ടലുകളും. പച്ച മലയാളത്തിൽ നമ്മൾ പറയില്ല തരിപ്പിക്കയറ്റ്. നമ്മളങ്ങനെ ഓരോരുത്തർ തരിപ്പിക്കയറ്റുന്ന സമയത്ത് നമ്മളിങ്ങനെ കയറിപ്പോവുക, അതിന് എത്രയും ചിലവാക്കുക. എന്നിട്ട് കുടുംബത്തിൽ ഭാര്യ ഒരു ടീമാണ്, ഭർത്താവ് വേറെ ടീം, ബാപ്പ ഒരു ടീമാണ്, മകൻ വേറെ ടീമാണ്. വേറെ ടീമായതുകൊണ്ട് ഈ ഒരു സ്പിരിറ്റിൽ ബാപ്പാനെ തെറി വിളിക്കുക, ബാപ്പാനോട് ചീത്ത പറയാം, തൻ്റെ ടീം തോറ്റിട്ടുണ്ടെങ്കിൽ എല്ലാം തകർന്ന പോലെ. ഇതൊക്കെയാണല്ലോ നമ്മളെ നാട്ടിലേക്ക്, നമ്മുടെ ജില്ലയിലേക്ക് പ്രത്യേകം കാണും. ഇതൊരു മുഅ്മിന് പറ്റിയതാണോ? ഇത് കേവലം വിനോദമല്ല. ഇത് നമ്മളിത് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചിട്ടുള്ള സംഗതിയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാനും മനസ്സിലാക്കാനും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശങ്ങൾ ഈ വിഷയങ്ങളിലൊക്കെ പാലിക്കുവാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മത്തിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദം വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സൂറത്തുൽ മുനാഫിഖൂൻ്റെ 9-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറയുകയുണ്ടായി: യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വല ഔലാദുക്കും അൻ ദിക്രില്ലാ, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ മക്കളോ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും അതുപോലെ നമസ്കാരത്തിലേക്ക് എത്തുന്നതിൽ നിന്നും നിങ്ങളെ തടയാൻ പാടില്ല. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, തൻ്റെ കുടുംബം, തൻ്റെ ഭാര്യ, തൻ്റെ ഭർത്താവ്, തൻ്റെ ഇണതുണകൾ, തന്നെ ദുനിയാവുമായി ബന്ധപ്പെട്ട് ചുറ്റപ്പെട്ട് ഇതൊക്കെ ഈ പറഞ്ഞതെല്ലാം നിർബന്ധമായും മനുഷ്യനുണ്ടായിരിക്കേണ്ട, മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിർബന്ധമായും ഉണ്ടാകേണ്ട ചേരുവകളാണ്. ഈ സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്തിൽ നിന്നും പടച്ചിറപ്പിനെ ഓർക്കുന്നതിൽ നിന്നുമൊക്കെ നമ്മളെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടക്കാരാണ്, പോയത്തക്കാരാണ്, നഷ്ടക്കാരാണ്. ഈ തുച്ഛമായ ദുനിയാവിൽ ഈ കുടുംബവും അതേപോലെ തന്നെ ഈ ദുനിയാവിൻ്റെ കെട്ടുപാടുകളിൽ അതിൽ മാത്രം കെട്ടിക്കുടുങ്ങി ആ ചുഴിയിൽപ്പെട്ട് പരലോകം അമ്പയം പറഞ്ഞ് നിസ്കരിക്കാൻ നേരമില്ല, ജമാഅത്തിന് പള്ളിയിൽ വരാൻ നേരമില്ല, കുറച്ച് ഖുർആൻ ഓതാൻ നേരമില്ല, അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കാനുള്ള മനസ്സില്ല, ഒക്കെ ദുനിയാവിൻ്റെ കെട്ടിപ്പിണരലില്ല. അങ്ങനെയുള്ള ആളുകൾ നഷ്ടക്കാരാണ്, അവർ നഷ്ടക്കാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നതിൻ്റെ, മരണം വരുന്നതിന് മുമ്പ് കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ഖേദം വിളിച്ചു പറയുന്നു.
ഇതൊക്കെ നഷ്ടപ്പെടുത്തിയ ഇങ്ങനെ ജീവിച്ച മനുഷ്യൻ സക്കറാത്തിന്റെ സമയത്ത് ഖേദിക്കുന്ന ആ ഖേദത്തോടു കൂടിയാണ് റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സൂറത്താണിത്, ആയത്തുകളാണിത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സ്വന്തം മക്കള്, അതേപോലെ തന്നെ സന്താനങ്ങളും, പിന്നെ നമ്മുടെ ബിസിനസ്, നമ്മുടെ കച്ചവടം, ഇതൊക്കെ അള്ളാൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കരുത്. ഇത് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇത് അള്ളാൻ്റെ മാർഗം തെറ്റിക്കാൻ പാടില്ലെങ്കിൽ നമ്മളെ കളിയും വിനോദവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ, രാത്രി ഒരുപാട് വൈകി കളി കണ്ട് കണ്ടീമ പിന്നെയും കണ്ട്, എന്നിട്ട് പിന്നെ അതിൻ്റെ ഹൈലൈറ്റ്സ് കണ്ട്, എന്നിട്ട് കിടന്നുറങ്ങി സുബഹിയില്ല, പിന്നെ എണീക്കത് 9 മണിക്ക് 8 മണിക്കാണ്. ഇതൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ സാധാരണ നിലക്ക് കളി കണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്നും നിസ്കാരത്തിൽ നിന്നും തടുക്കുന്ന ആളുകൾ, കാരണമാകുന്ന സംഗതികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്നും ഉത്ബോധനങ്ങളിൽ നിന്നും പടച്ചറബിന് കൊടുക്കാനുള്ള ഇബാദത്തുകളിൽ നിന്നും നിങ്ങളെ തടയാതിരിക്കേണ്ട മുഅ്മിനാണോ അവനുണ്ടാകാൻ പാടില്ല. അത് റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലാണ്, ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലാണ് നമ്മുടെ ഇസ്സത്ത്. അതൊക്കെ മാറ്റിവെച്ച് മറ്റെന്തൊക്കെയോ കാട്ടിക്കൂട്ടലും അതിലൊക്കെ വലിയ സംഭവം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഹ്നു ഖൗമുൻ അഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം, നമ്മൾ ഒരു സമുദായമാണ്, അള്ളാഹു നമുക്ക് ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് നൽകി. സഹാബത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ ഒന്നുമല്ലാത്തവരായിരുന്നു, പുഴുക്കളത്തെന്ന് ജീവിക്കുന്ന ആളുകളായിരുന്നു, വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ആളുകളായിരുന്നു, ഒരു നിലക്കും സംസ്കാരമില്ലാത്ത ആളുകളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് നൽകി. എന്നിട്ട് ഇത് ഇസ്സത്തായി പ്രതാപമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് വിചാരിച്ച് ഇതിനേക്കാളൊക്കെ വലുത് മറ്റെന്തെങ്കിലും ആണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നിന്ദ്യനാക്കും, ഒന്നുമല്ലാത്തവനാക്കും എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെ ദുനിയാവും ദുനിയാവിലെ ഈ രസങ്ങളും ഇതൊന്നും നമ്മളെ പരലോകത്തിൻ്റെ വിഷയത്തിൽ വഞ്ചിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹുവിൻ്റെ വഅദ് ഖറാർ ഹക്കാണ്. ഫലാ തഗറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവും അതിൻ്റെ രസങ്ങളും അതിൻ്റെ വിഭവങ്ങളും നിങ്ങളെ എന്താക്കരുത്, പരലോകത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുർനകും ബില്ലാഹിൽ ഗുറൂർ, മഹാചതിയനായ പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ, ശൈത്താൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ്വ, നിങ്ങൾ അവനെ കൂട്ടാളിയായി സ്വീകരിക്കരുത്, ശത്രുവായി കൊണ്ട് തന്നെ സ്വീകരിക്കണം. മുഖ്യ ശത്രുവാരാ? ഏറ്റവും വലിയ ശത്രുവാരാ? അത് ഭാര്യയാണ്, ഭർത്താവാണ്, തെറ്റിപ്പിരിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ. അല്ലെങ്കിൽ ഓനാണ്, അല്ല, ഏറ്റവും വലിയ ശത്രു ആരാണ്? ശൈത്താനാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ ശത്രുവായി മനസ്സിലാക്കണം. ഇന്നമാ യദൂ ഇസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ, അവൻ അവൻ്റെ ആളുകളെ നരകത്തിൻ്റെ വിറകുകളാകാൻ വേണ്ടി, കത്തിച്ചൊലിക്കുന്ന നരകത്തിൻ്റെ താപാഗ്നിയിൽ അതിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ് അവൻ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ അജണ്ടകൾക്ക് പിന്നാലെ പോകാൻ പാടില്ല എന്നർത്ഥം. നമ്മൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നമുക്ക് കൃത്യമായ ഐഡൻറ്റിറ്റി ഉണ്ട്, കൃത്യമായ അജണ്ടകളുണ്ട്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ദുനിയാവിലും വിജയിക്കണം, പരലോകത്തും വിജയിക്കണം. പരലോകം മറന്നുള്ള ജീവിതം ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ 2 ലോകത്തും വിജയിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിലും നമ്മുടെ സമ്പത്തിലുമെല്ലാം ഖൈറും ബർക്കത്തും നിറക്കുമാറാവട്ടെ. റബ്ബ് തആല നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായൊക്കെ പ്രയാസപ്പെടുന്ന ഒട്ടനേകം ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിലും അതേപോലെ തന്നെ ഇണതുണകളിലുമൊക്കെ കൺകുളിർമ നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا.